Hi all, welcome to my channel. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബട്ടർ ചിക്കൻ റെസിപ്പിയാണ്. ഇത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 2 സ്റ്റെപ്പാണ് ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് ചിക്കൻ മാരിനേഷൻ, പിന്നെ നമ്മൾ ഗ്രേവി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ 250 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ തൈര്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് ചിക്കനിലോട്ട് ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ ചിക്കനിലോട്ട് മസാല എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇനി ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്, ഫ്ലെയിം ഓണാക്കി. ഇനി നമ്മൾ അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും 1 ക്യൂബ് ബട്ടറും കൂടെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അതിലോട്ട് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് ഷാലോ ആയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഡീപ്പായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഫ്രൈ വേണ്ട നമുക്ക്, കാരണം നമ്മളിനി ഗ്രേവിയിലിട്ടിട്ട് ഒന്നും കൂടെ കുക്ക് ചെയ്തെടുക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. നമ്മൾ ഓരോന്നായിട്ട് പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. ഇനി നമ്മൾ ഈ സെയിം ഓയിൽ തന്നെയാണ് ഗ്രേവിക്കായിട്ട് പ്രിപ്പറേഷൻസ് ചെയ്യുന്നത്. കാരണം ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ മസാലയുടെ ഫ്ലേവർ എല്ലാം നമ്മുടെ ഗ്രേവിയിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കൊരു സവാള റഫായിട്ട് കട്ട് ചെയ്തെടുത്താണ്. ചെറിയ സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ 2 വെളുത്തുള്ളി, 2 ചെറിയ കഷ്ണം ഇഞ്ചി, 2 ചെറിയ തക്കാളി കൂടി ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് റഫായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി, കാരണം നമ്മൾ ഇനി ഇതെല്ലാം ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം അരച്ചെടുക്കേണ്ടതാണ്, ഗ്രൈൻഡ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് റഫായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1 മുതൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല പൊടിക്ക് പകരമായിട്ട് ഹോൾ സ്പൈസസ്, അതായത് പട്ട, ഗ്രാമ്പൂ, ബേ ലീവ്സ് അതൊക്കെ മൊത്തത്തിലായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ഗ്ലാസ് വെള്ളം, പിന്നെ ഒരു 8-10 കാഷ്യൂ എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ചു മൂടിയിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഈ ടൈമിൽ നമുക്ക് ഉപ്പും കൂടെ നോക്കിയിട്ട് ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ എല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ മിക്സ് ഒന്ന് ചൂടാറിന് ശേഷം ഞാൻ ഇവിടെ നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് കിട്ടണം. നമ്മുടെ ഈ ബട്ടർ ചിക്കൻ്റെ ഗ്രേവി നല്ല മഷി ആൻഡ് സോഫ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ കിട്ടണമെന്ന് പറയുന്നത്. നിങ്ങളുടെ ഫൈൻ പേസ്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്കൊരു അരിപ്പ വെച്ചിട്ട് അരിച്ചൊഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ചിക്കനും ഗ്രേവിയും കൂടെ നന്നായി കമ്പൈനായിട്ട് വരുന്നവരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം.
ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു ചെറിയ സ്ലൈസ് ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് മൂടി വെച്ച് 1-2 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ബട്ടർ ചിക്കൻ ഓൾമോസ്റ്റ് ഡൺ. ഇനി നമ്മൾ ഫൈനലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീമാണ്. ഇവിടെ ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. റൊട്ടി, ബട്ടൂര, നാൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.